സുഹൃത്തുക്കളെ, കേരളത്തിൽ BJPക്ക് അധികാരം പിടിക്കണം. അതിന് അവർക്കിപ്പോൾ ക്രിസ്ത്യാനികളെ വേണം, സംഘികൾക്ക്, അല്ലാതെ മറ്റു വഴിയില്ല. അപ്പൊ അതിനുവേണ്ടി യുക്തിവാദത്തെ കൂട്ടുപിടിക്കുന്നു സ്വതന്ത്ര ചിന്തകരായ സംഘികൾ. ഡെയിലി സംഘി ചാനലിൽ പോയി സംഘികൾക്ക് വേണ്ടി, അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വൾഗർ ലാംഗ്വേജ് ആണെന്ന്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? ഇനി ഇവരൊക്കെ കുത്തിക്കൊല്ലണം. എനിക്കതേ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കുട്ടികളെയും എൻ്റെ നല്ല യുവത്വവും എല്ലാം കളഞ്ഞു കുളിച്ചിട്ടാണ് ഇസ്ലാമിനെ ആക്രമിച്ചിട്ടുള്ളത്. അത് ഇന്ന് ഭീരുക്കളും എല്ലാവരും, കാരണം അവർക്കൊക്കെ മനസ്സിലായി ഇസ്ലാമിനെ ആക്രമിച്ചാൽ ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ എന്നൊക്കെ മനസ്സിലായി. ഇപ്പം എല്ലാ ഭീരുക്കളും അങ്ങനെയുള്ളൂ. ധീരൻ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കില്ല. പാകിസ്ഥാനിൽ അവിടുത്തെ മുസ്ലിം അവൻ ഭീരുവാണ്. അതുകൊണ്ട് അവിടുത്തെ 2% വരുന്ന ആളുകളെ ആക്രമിക്കുന്നു. ഈ 2% വരുന്ന ആളുകൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ അവര് മേലെ കയറാം. കാരണം ഭീരുവിന് കൂടെ കൂടിയിട്ടും അധികാരത്തിന്റെയും പോലീസിന്റെയും ബലത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ധീരൻ അങ്ങനെ, കേരളത്തിലും അതാണ് സംഭവിക്കുന്നത്, ഇന്ത്യയിലും അതാണ് സംഭവിക്കുന്നത്. പോലീസ്, പട്ടാളം എല്ലാം കൂടെയുണ്ട്. അതൊന്നും ഇല്ലാത്ത പാവങ്ങളെ മേൽ കുതിര കയറുക, എന്നിട്ട് ഞങ്ങൾ വലിയ ഹീറോ ആണെന്ന് നടിക്കുക. അതാണ് പൊതുവെ ഹിറ്റ്ലർ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഭീരുക്കളിൽപ്പെട്ട ആളല്ല ഞാൻ. അപ്പോൾ ഞാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഗതി സംഘികൾക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുകയാണ്. എന്നോട് ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ പങ്കാളിയോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, ആരെയും ഇത് മുതലെടുക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുതലെടുക്കേണ്ടത് ഞാനാണ്, ഞാനത് മുതലെടുക്കുകയും ചെയ്യും. ജയിലിൽ കിടന്ന് ഞാനല്ല, അപ്പം അത് മുതലെടുക്കേണ്ട അവകാശം എനിക്കാണ്. ഏതൊരു സിനിമാ നടനായ സംഘി MP എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ഒക്കെ ചെയ്യണം എന്നൊക്കെ എൻ്റെ പങ്കാളിയോട് പറഞ്ഞത്രേ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്യരുത്. എന്തായാലും അമ്മോശൻ ഒരു പീഡിപ്പിക്കാരനൊക്കെ ആയിരുന്നു, എന്തോ അവരത് അനുവദിച്ചില്ല. അല്ലെങ്കിലും ഞാനത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ ദുബായിൽ വക്കീലിനെ വരെ വെച്ചിട്ടില്ല. വക്കീലിനെ വെച്ചാൽ വക്കീൽ എന്താ പറയുക, നീ മാപ്പ് ചോദിക്കണം എന്ന് പറയും. ഞാനിങ്ങനെ കാസർഗോഡ് പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ട ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ ഇസ്ലാം വിരോധം പറഞ്ഞതിന്റെ പേരിലാണ് എന്നോട് ആ സ്നേഹം വന്നതെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നോട് ആ സ്നേഹമൊക്കെ കാണിച്ചതെങ്കിൽ സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ടാകും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കേരളത്തിൽ ഈ സംഘീയുക്തിവാദികളും അവരൊക്കെ ഈ സംഘി സുരേഷ് ഗോപിയെ ബന്ധപ്പെടുത്തി ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് സംഘികൾക്ക് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് നിന്നു കൊടുത്തിട്ടില്ല. ഞാൻ 686 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് കുബൂസ് കഴിച്ച്, കേരളത്തിലെ ജയിലൊക്കെ നല്ല ഫുഡാണ്, അപ്പോൾ കുബൂസ് കഴിച്ച് ഒരാളുടെ അടുത്തും പൈസ വാങ്ങാതെ, പൈസ തന്നിട്ടുള്ള ഒരാൾ എന്താ, ഞാൻ ആദ്യം ചോദിക്കാതെ തന്നു. പിന്നീട് എനിക്ക് അദ്ദേഹം ടിക്കറ്റിന് പൈസ തന്നിട്ടു. അപ്പൊ അത് ഒരു സംഘടനാപരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യക്തിബന്ധമാണ്. വേറെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് എന്നെ മുതലെടുക്കാൻ ഒരു വർഗീയ തീവ്രവാദിയെയും ഞാൻ അനുവദിക്കും. അത് എൻ്റെ നിശ്ചയമാണ്. ഞാനിപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ നന്നായിട്ട് കലക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ അടിച്ചു പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ചിലപ്പോൾ താങ്ങാൻ വരും. കാരണം എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഫ്രെയിമിലായി കഴിഞ്ഞാൽ യേശുവിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും ആള് ഫ്രെയിമിലായില്ലേ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സംഘീയ എസൻസിനെയൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ആക്രമിക്കുന്നത്, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ അവർ മുതലെടുക്കരുത്. എന്നെ മുതലെടുക്കാൻ മനുഷ്യത്വമുള്ള എൻ്റെ പിൻതലമുറകൾ, ഈ തലമുറകളിലുള്ള ആളുകളിലൊക്കെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. വെറും നാറികളാണ്. അപ്പൊ അങ്ങനെ ഒരു തലമുറ വരും. ഇത് വീഡിയോസൊക്കെ റെക്കോർഡഡ് ആണ്. അപ്പൊ അതിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ട ഒരു തലമുറ വരും. ഇത് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന പൊതുവെയുള്ള സംഘി അവർക്കൊക്കെയാണ് കൂടുതൽ മാർക്കറ്റ്. എസൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംഘിസം. അത് പൊതുവെയുള്ള ഒരു വികാരമാണ്, ലോകത്തിന്റെ തന്നെ ഒരു വികാരമാണ്. നമ്മളെ വിദ്യാഭ്യാസം സിസ്റ്റം, പിന്നെ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, ഇതൊക്കെ അത് ഫോക്കസ് ചെയ്താൽ, ഇപ്പൊ ഒരു മുസ്ലിം മയക്കുമരുന്ന് വിറ്റാൽ അത് ഭയങ്കര വാർത്തയാണ്. മറ്റുള്ളവർ മയക്കുമരുന്ന് വിറ്റാലും അതൊരു വാർത്തയല്ല. അങ്ങനെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങളും ഓക്കെ, അതൊരു സത്യമാണ്. അതിപ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇസ്ലാമിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കഴിഞ്ഞ 6 നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനിറ്റി കാരണമാണ്, യൂറോപ്യൻ ആളുകൾ കാരണമാണ്. ആദ്യം കോളനിവൽക്കരണം, 1500 മുതൽ സ്പാനിഷ് കൊളോണിയലിസം തുടങ്ങി, അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് കൊളോണിയലിസം തുടങ്ങി, ഇപ്പോൾ അമേരിക്കൻ ഇമ്പീരിയലിസം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക എത്രയോ രാജ്യങ്ങൾ ആക്രമിച്ചു. മുസ്ലിം രാജ്യങ്ങൾ ഏത് ക്രിസ്ത്യൻ രാജ്യത്തെ അധീനപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഈയിടെ സൗത്ത് സുഡാൻ എന്നുള്ള രാജ്യം ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആ പ്രദേശം വേറെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ എൻ്റെ അറിവില്ല. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ടാവാം, യുദ്ധത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ പുതിയൊരു രാജ്യം അനുവദിച്ചു കൊടുത്തത് മുസ്ലിങ്ങളാണ്. സൗത്ത് സുഡാൻ എന്ന രാജ്യം. പുറത്ത് യൂഗോസ്ലാവിയയിൽ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള, ക്രിസ്ത്യാനിൽ ഓർത്തഡോക്സാർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ വേറെയായി, കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ വേറെയായി, സുന്നികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ വേറെയായി. അപ്പോൾ യൂഗോസ്ലാവിയ എന്ന രാജ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളായിട്ട് ക്രൊയേഷ്യ, ബോസ്നിയ,
സ്ലോവേനിയ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടൊക്കെ മാറിയിട്ട് അധിനിവേശം ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്ക, പാശ്ചാത്യ ശക്തികളൊക്കെയാണ് മുന്നിൽ. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ ഒരു ചളുപ്പൊക്കെ, കാരണം തെണ്ടിത്തരം അങ്ങോട്ട് ചളിച്ച് മലം വിളിച്ചെറിഞ്ഞാൽ തിരിച്ചങ്ങോട്ടും മലം വിളിച്ചെറിയുമ്പോൾ നമ്മുടെ കയ്യിൽ മലാവുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ മലമാവുകയാണ്. എന്താ വല്ലാത്തൊരു ഗതികേടാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റില്ല. ഇന്നലകളിലുള്ള എല്ലാ സാധനങ്ങളും തെറ്റാണ്. കാരണം അത് ഇന്നലകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുഹമ്മദ് അറബി ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇസ്ലാം. അത് ഒരു കാലഘട്ടത്തിൽ അത് അതിൻ്റെതായ ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. പല ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ ഇസ്ലാം എന്നുള്ളൊരു ഐഡിയോളജി ആവശ്യമായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ആ ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. യൂറോപ്യർ കോളനിവൽക്കരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സിസ്റ്റം ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് നമുക്ക് ഈ ടെക്നോളജികളൊക്കെ തരുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ആവുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പൊ നമ്മൾ സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നു. കാരണം നമുക്കിന്ന് മറ്റുള്ളവരെ മുതലെടുക്കേണ്ട കാര്യമില്ല. അതിനുള്ള ടെക്നോളജികളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അടിമത്തം നിരോധിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കോഴിയെ അറുക്കാതെ അല്ലെങ്കിൽ പന്നിയെ, പശുവിനെ ഒക്കെ അറുക്കാതെ തന്നെ നമുക്ക് ഇറച്ചി കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഈ അറുക്കലൊക്കെ പ്രാകൃതമായിട്ട് മാറും. അറുക്കെന്ന് പറയും, അതിനേക്കാൾ നല്ല ടെക്നോളജി നമ്മുടെ കയ്യിലെത്തും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക്. അപ്പൊ ഇസ്ലാം മാത്രം മോശമാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരണം, BJPക്ക് അധികാരത്തിൽ വരണം, അത് പ്രസംഗികൾ അല്ലെങ്കിൽ കാസ അങ്ങനെയുള്ള കുറെ അലവലാദികളൊക്കെ കൂട്ടുപിടിച്ച് മനസ്സിൽ വിഷം നിറച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിൽ ഞാൻ ഭാഗമല്ല. ഞാൻ മനുഷ്യന്മാരുടെ വിടവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്, വിടവുകൾ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഉദ്ദേശിച്ചത് ഈ കമന്റ് വായിക്കാനാണ്. ഇപ്പൊ ഇത് യൂട്യൂബിൽ വന്ന കമന്റാണ്, ഈ വീഡിയോക്ക് വന്ന കമന്റാണ്. ഹമാസ് മുസ്ലിം തീവ്രവാദികൾ അല്ലെന്ന് പറയാൻ നാണമില്ലേ? ചരിത്രം പഠിക്കൂ. ജൂതനെ ഇല്ലായ്മ ചെയ്യണമെന്ന ഖുർആൻ വചനമാണ് ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ പ്രചോദനം. മുസ്ലിമിനെയും ഇല്ലായ്മ ചെയ്യണം എന്ന് ഏതെങ്കിലും മതപുസ്തകത്തിൽ പറയുന്നുണ്ടോ? ലോകത്ത് ഏറ്റവും നന്നായിട്ട് ജൂതന്മാർ ജീവിച്ചിട്ടുള്ളത് അമേരിക്കയിലായിരിക്കാം. കാരണം അമേരിക്കയിൽ ജൂതന്മാർ വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല. അമേരിക്ക കഴിഞ്ഞ ജൂതന്മാർ ഏറ്റവും നന്നായിട്ട് ജീവിച്ചിട്ട് മുസ്ലിം രാഷ്ട്രങ്ങളിലാണ്. സ്പെയിനിൽ ജൂതന്മാരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്ത എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കണം. അവരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് മുസ്ലിം സ്പെയിനാണ്. ഒരു 150 വർഷം പഴക്കമുള്ള ഒരു മുസ്ലിമും ജൂതനും സ്പെയിനിൽ ഉണ്ടാവില്ല. കാരണം അവിടെ കൂട്ടക്കൊലകൾ നടത്തും. ഇസ്ലാമിൽ എല്ലാവർക്കും സമത്വം, സ്വാതന്ത്ര്യമൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ജൂതന്മാർ ഈ ഇറാനിലെ അല്ലെങ്കിൽ ഇവരുടെ സ്പൈ ഏജൻസിയിലൊക്കെ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഖുർആനിൽ ഇസ്ലാമിലും ജൂതന്മാർ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാഹു സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ ബാറക്ത അലി ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇബ്രാഹിമിന്റെ മക്കൾക്ക് ഐശ്വര്യം ചെയ്തതുപോലെ അവര് ആണ് വലിയ സംഗതികൾ എന്ന്. അതേപോലെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇബ്രാഹിമിന്റെ മക്കൾക്ക് അള്ളാഹു വലിയ കാര്യം ചെയ്തിട്ട് അതേപോലെ മുഹമ്മദിന്റെ മക്കൾക്കും നിങ്ങൾ അള്ളാഹു ആ ഒരു ഐശ്വര്യം കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അർത്ഥം അപ്പൊ അള്ളാഹു കേൾക്കുന്നില്ല. പക്ഷെ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അതെന്താണ് കോറിയിടുന്നത്? ജൂതൻ എന്ന് പറഞ്ഞാൽ എന്തോ സംഗതിയാണ്, അറബികളും അതേപോലത്തെ സംഗതി ആവണം എന്നാണ് അവർ മനസ്സിൽ കോറിയിടുന്നത്. അപ്പോൾ ഈ വചനം കേരളത്തിലുള്ള സാധാരണക്കാരായ ജൂതനല്ലാത്ത, അറബിയല്ലാത്ത ഒരു മനുഷ്യൻ എന്തിനാണ് ഉരുവിടുന്നത്? അവനൊക്കെ 2ാം തരം പൗരത്വമാണ്, അവിടെ അടിമത്തമാണ്, അവിടെ സ്വയം മനസ്സിൽ അരക്കിട്ട് ഇങ്ങനെ ഈ വചനം പറഞ്ഞു അരക്കിട്ട് ഉറപ്പിക്കും. അപ്പോ അങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞ് അങ്ങനെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കും തെറ്റാണ്. അപ്പോ ഇസ്ലാമിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള മതങ്ങളെക്കാൾ മാന്യമായിട്ട് ഇസ്ലാമാണ് പെരുമാറിയിട്ടുള്ളത്. ഇന്നത്തെ ആധുനിക മൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം കാലഹരണപ്പെട്ട ഒരു സാധനമാണ്. കാരണം ഇസ്ലാമിൽ അസമത്വമുണ്ട്, അറബികൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, മുഹമ്മദിന് പ്രാധാന്യം നൽകുന്നുണ്ട്, മക്കൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ചില സ്ഥലങ്ങൾക്കും പ്രദേശങ്ങൾക്കും മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരിക്കലും നല്ല മതമാകുന്നില്ല. അത് തെറ്റായ മതമാണ്, വൃത്തികെട്ട മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ജൂതമതത്തിൽ ക്രിസ്ത്യാനികളെ കൊല്ലണമെന്ന് ജൂതമതത്തിൽ പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനികൾക്ക് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ക്രിസ്ത്യൻ മതത്തിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് ക്രിസ്ത്യൻ മതത്തിൽ പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ വരുന്നത്. പക്ഷേ മറ്റു മതങ്ങളെ, മറ്റ് ബഹുദൈവ ആരാധകരെ, മറ്റു മതങ്ങളെ കൊല്ലണം എന്നൊക്കെയുള്ള ഇഷ്ടം പോലെ വചനങ്ങൾ ബൈബിളിൽ നിങ്ങൾക്ക് കാണാം, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, എല്ലാം കാണാം. ഇപ്പൊ യഹൂദന്മാരെ കൊല്ലാൻ ഇറാനികൾക്ക് ഇസ്രായേൽ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇറാനിൽ തന്നെ ഒരുപാട് ജൂതന്മാരുണ്ട്. ഓക്കെ, അവർക്ക് ഇസ്ലാമിന്റെ അപ്രമാദിത്വം അംഗീകരിച്ച് അവിടെ ജീവിക്കുന്നുണ്ടാകാം. ഇസ്രായേലിൽ മുസ്ലിങ്ങളുണ്ട്, അവർ ജൂത അപ്രമാദിത്വം അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, 2ാം തരം പൗരന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യമറച്ച് കഴിക്കാൻ പറ്റില്ല. ഭക്ഷ്യമറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും തടവിലായിരിക്കും. ഹൈന്ദവ തീവ്രവാദികളുടെ തല്ലുകൊണ്ട് ചാവുന്നത് വേറെ. ഇത് ഭരണകൂടം തന്നെ ജീവപര്യന്തം ശിക്ഷിക്കും. ഒരു വട്ടം ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനൊരു പുറം ലോകം കാണാൻ പറ്റില്ല, ഇറച്ചി വരെ കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഗുജറാത്തിലൊക്കെ നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ജയിൽ ഭക്ഷണം, ഈ പുല്ലും വൈക്കോലൊക്കെ കഴിച്ച് ജീവിക്കേണ്ടി വരും. അത് മാത്രമല്ല ഇന്ത്യയിലെ ക്ഷേത്രം
പൂജാരിയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മതത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്, മറ്റു മതങ്ങൾക്ക് അതില്ല. അത് സ്വാഭാവികമാണ്. എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ മുഹമ്മദിനെ നിന്ദിച്ചാൽ പുറം ലോകം കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ ബീഫ് കഴിച്ചാൽ പുറം ലോകം കാണാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാ മതങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണ്, ഇസ്ലാമിന് മാത്രം ഉള്ളതൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ എന്നെ എന്തായാലും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നുണ്ടാകാം.